കിലോമീറ്ററിന് 3 രൂപ നിരക്കിൽ ബൈക്ക് ടാക്സി സേവനങ്ങൾ കൊണ്ടുവരാൻ പദ്ധതിയിടുകയാണ് മുംബൈ ഗതാഗത വകുപ്പ്. പുതിയ നയത്തിന്റെ കരട് നിയമസഭയുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ്. ഇതോടെ മുംബൈയിലെ യാത്ര കൂടുതൽ വേഗത്തിലും സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതുമായി മാറുമെന്നാണ് വിലയിരുത്തൽ. പുതിയ നയത്തിന് അംഗീകാരം ലഭിച്ചാൽ ഈ മാസം അവസാനമോ ഏപ്രിൽ ആദ്യമോ സേവനം ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക് പറഞ്ഞു. ബൈക്ക് ടാക്സി യാത്രകൾക്ക് കിലോമീറ്ററിന് 3 രൂപയാണ് നിരക്ക് നിശ്ചയിച്ചത്. കൂടാതെ ബൈക്കിൽ GPS സംവിധാനവും പിൻസീറ്റ് യാത്രക്കാർക്ക് ഹെൽമറ്റും നിർബന്ധമാണ്. മഞ്ഞ പെയിന്റാകും ബൈക്ക് ടാക്സികൾക്ക് നൽകുക. നേരത്തെ മുംബൈയിൽ ബൈക്ക് ടാക്സി സേവനം ആരംഭിച്ചിരുന്നുവെങ്കിലും ടാക്സി റിക്ഷാ യൂണിയനുകളുടെ എതിർപ്പിനെ തുടർന്ന് സേവനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. 2025 ജനുവരി 29 നടന്ന യോഗത്തിൽ ബൈക്ക് ടാക്സികൾക്ക് സർക്കാർ വീണ്ടും അനുമതി നൽകുകയായിരുന്നു. മാർഗനിർദ്ദേശങ്ങൾ വിശദീകരിക്കുന്ന റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. അംഗീകാരം ലഭിച്ചാൽ ബൈക്ക് ടാക്സി സേവനങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കാനാണ് അധികൃതരുടെ തീരുമാനം. നിലവിൽ രാജ്യത്തുടനീളമുള്ള 22 സംസ്ഥാനങ്ങളിൽ ബൈക്ക് ടാക്സി സർവീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓല, ഊബർ കാർ ടാക്സികൾ, കാലിപീലി ടാക്സികൾ, ഓട്ടോറിക്ഷകൾ എന്നിവ ഈടാക്കുന്നതിന്റെ പകുതിയിൽ താഴെയാണ് ബൈക്ക് ടാക്സികളുടെ നിരക്കെന്നും ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക് പറഞ്ഞു. ഈ സംരംഭം മഹാരാഷ്ട്രയിലെ 10,000 മുതൽ 20,000 വരെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും യാത്രാ ചെലവ് ഗണ്യമായി കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ 100 ദിവസത്തെ കർമ്മ പദ്ധതിയിൽ ബൈക്ക് ടാക്സി സർവീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.